ഗൈസ്, അപ്പം ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. ആദ്യമായിട്ട് പോണേ, ഇത്ര കൊല്ലമായിട്ട് അവിടേക്ക് പോയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം പോകണം. അപ്പോൾ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ്, അല്ലേ കണ്ണ? യെസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പിലേക്ക് കിടക്കാം. ഞങ്ങൾ പോണ സ്ഥലം കബൂർ ട്രെയിലാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ളത് തന്നെ ട്രെയിൽസ് ആണ്. അപ്പം നമുക്കിങ്ങനെ കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഗൈസ്, ഞങ്ങൾ ജോയിൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ടോണിക്കുട്ടൻ. ടോണിക്കുട്ട ഹായ് എന്ന് പറഞ്ഞേ. ആ, അതൊരു ടോണിക്കുട്ടൻ, ഞങ്ങളെ ടോണിക്കുട്ടൻ. അപ്പൊ എന്റെ ഫ്രണ്ട് നിമ്മി, സുജു, നിമ്മിയുടെ ഹസ്ബൻഡ്. ആർ യു എക്സൈറ്റഡ്? നിമ്മിക്ക് വീഡിയോയിൽ വരുമ്പോ ഭയങ്കര നാളമാണ്. കുഴപ്പമില്ല, ഞാൻ അവളെ മാറ്റിയെടുക്കാം. അപ്പൊ അമ്മ അവിടെ കാപ്പി കുറിച്ചിരിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ ആ ഭംഗി വരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗി. എന്ന് വെച്ചാൽ ഇവിടുത്തെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ഈ ഫോൾ ടൈമിൽ കളർ ചേഞ്ച് ചെയ്യും. അപ്പൊ ഗ്രീനിന്ന് പലതും സംസാരിക്കില്ല. അച്ഛനും മൂള് മിഠായിയുടെ കേസ് സംസാരിക്കണേ. കുറച്ചേരത്തേക്ക് ഒന്ന് മിഠായി മാറ്റി വയ്ക്കോ. അപ്പോൾ ഇവിടുത്തെ ട്രീസിന്റെ ലീവ്സിന്റെ കളറൊക്കെ ഗ്രീനിന്ന് ചിലത് റെഡ് ആവും, ചിലത് ഓറഞ്ച് ആവും, ചിലത് ഗ്രേപ്പ് കളർ ആവും. നല്ല ഭംഗി അതാണ്. പക്ഷെ അത് ശരിക്കും ഈ വീഡിയോയിൽ വരുന്നോണ്ട് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ സൂപ്പർ വ്യൂ. ഹായ് ഗൈസ്, ഞങ്ങൾ എവിടെയോ സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്. എവിടെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്താ എനിക്ക് തോന്നുന്നു മ്യൂസിയം തോന്നുന്നു അല്ലേ, അറിയില്ല എന്താന്ന്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത് സ്വെറ്റർ ഒന്നും എടുക്കണില്ല. ഈ സംഭവം തന്നെ കുറച്ച് കട്ടിൽ തന്നെ എടുക്കുന്ന വെച്ചാൽ തണുപ്പ് തുടങ്ങിയെന്ന കാരണം നമുക്കറിയാം. ഇത് ഇവിടുത്തെ സ്കോട്ടിഷ് കോളേജ് എന്ന് പറയുന്നുണ്ട്. സ്കോട്ടിഷ് ആൾക്കാർ വന്നിട്ട് ഇത് സ്റ്റാർട്ടപ്പ് ചെയ്ത കോളേജ് അങ്ങനെ. അപ്പം നമുക്ക് ഇവർക്ക് കയറാം. ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. എന്താ വെച്ചാൽ മ്യൂസിക് ഈവനിങ്ങിലാണ് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു കലാമണ്ഡലം എന്ന് പറയുന്ന പോലെ സംഭവമാണ്. ഇവിടെയാണ് മ്യൂസിക്കും ആർട്സൊക്കെ ഉള്ളതെന്ന് പറയുന്നത്. കൂടുതൽ എനിക്ക് അറിയില്ല, പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഒന്നുകൂടി ചെയ്തോ നിമ്മി, ഹായ് പറഞ്ഞോ. ഇവിടെ കുറേ വണ്ടികൾ വന്നിട്ടുണ്ട്, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകൾ പോലെ. കുറേ ആൾക്കാർ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. എന്താ സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഞങ്ങൾ വേറെ സ്ഥലത്ത് ഇറങ്ങാണ്. ഒരു ഗ്ലാസ് മേക്കിംഗ് എന്തുവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് നോക്കാം. എന്തായാലും ഗ്ലാസ് മേക്കിംഗ് ഇല്ലെങ്കിൽ കണ്ടാലും കണ്ടില്ല. ഇവിടെ ആളിരിക്കും നിൽക്കുന്നുണ്ട്. ഹലോവിനായി തുടങ്ങിയില്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ വിലയാണ് 75,000 രൂപ, അറൗണ്ട് $1,300 നല്ലൊരു എമൗണ്ട്. ആ ചില്ലിൻ്റെ ജസ്റ്റ് ഒരു പ്ലേറ്റ് അത്രേ ഉള്ളൂ, അതിനാണ് ഇത്ര വില കേട്ടോ. ചില്ലുകൊണ്ട് മോൾഡ് ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്. ഇവരൊക്കെ ആൾക്കാർ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്ലാസ് മേക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മളേക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം. കുറച്ച് നേരം നിൽക്കണം. എന്താ വെച്ചാൽ നമ്മൾ രാവിലെ ഇറങ്ങി വൈകുന്നേരം നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതുപോലെ നമ്മളെല്ലാവരും സ്ഥലം
ഒരു വീട് പോലെയാണ്. അതിൻ്റെ ഒരു ഗ്ലാസ്, ഇതാണ് ഗ്ലാസ് മേക്കിംഗ് അവരുടെ വർക്ക് ചെയ്യണ സ്ഥലം ഇതാണോ എനിക്ക് സംശയമുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ഗ്ലാസ് ബ്ലോയിങ് സ്റ്റുഡിയോ. നല്ല പേരുണ്ട്, അതെനിക്ക് ക്യാമറയ്ക്ക് നോക്കാൻ പറ്റില്ല. ഗൈസ്, ഇവിടെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു കട കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഇറങ്ങാം. ഇവിടെ വണ്ടി പാക്കിയ സ്ഥലമില്ല, അതാണ് അതിശയം. നമ്മുടെ നാട്ടിൽ തട്ടുകട എന്ന് പറയുന്ന സംഭവം തോന്നുന്നു. നോക്കാം എന്തായാലും. ഞങ്ങൾ മേടിച്ചു തരാം. ഞങ്ങൾ ഫുഡ് മേടിക്കാൻ പോവാം. ഞാനും സുജാന അകത്തേക്ക് കയറണം, എന്തെങ്കിലും മേടിച്ചു തരാം. ക്യൂ ആണ്. ക്യൂ നിൽക്കായിരുന്നു. ഗൈസ്, ഇവിടുത്തെ എന്താ പറയുക, ഏറ്റവും മനോഹരം, എനിക്ക് ഇതുവരെ കണ്ടില്ല, നല്ലൊരു വ്യൂ ആയിട്ട് തോന്നിയ സംഭവമാണ്. അപ്പോൾ ഞാൻ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഫുള്ള് കാണാം. ഫുള്ള് കാണാം. യെസ്, ഗൈസ്, ഞങ്ങളങ്ങനെ ഒരു ബീച്ച് കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ പേര് എന്താണ്? ഇൻഗോണിഷ് ബീച്ചോ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ബീച്ച് കാണാൻ ഇറങ്ങിയിരിക്കുകയാണ്. അമ്മ ഇവിടെ കല്ല് പറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എവിടെയാണെന്നറിയില്ല. ഗോട്ടിൻ്റെ എന്തോ ആണ്, ഗോട്ട് ഫാം എഴുതിയിരിക്കുന്നത്. ആടിൻ്റെ എന്തോ ഫാം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താ, നമുക്ക് നോക്കി നോക്കാം. എന്തെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ. ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഹായ്, ഫുഡ് കഴിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. ഗോട്ട് ഫാം എഴുതിയിട്ട്. അപ്പം നമ്മൾ ആടിനെ കാണാൻ കിടക്കാണ് കേട്ടോ. വേല് കാണണമെങ്കിൽ ബോട്ടിൽ പോകണം എന്നാണ് പറയേണ്ടത്. എന്തായാലും അതിന് ആ റിസ്ക് ഞാൻ എടുക്കണില്ല, ഞങ്ങൾ ആരും എടുക്കണില്ല. അപ്പം നമുക്ക് വേറെ എവിടേക്കെങ്കിലും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിക്കണം. 1.5 മണിക്കൂർ നടക്കണം. ഞങ്ങളിങ്ങനെ വേറെ സ്ഥലത്ത് കൂടി പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ ക്ലോസ്ഡ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്യാവശ്യം ആളായിട്ടുണ്ടാവും. കാരണം എനിക്ക് ശരിക്കും ലൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ആളായിട്ടുണ്ടാവും, എന്തോ ക്ലോസ് ചെയ്തു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അത് കാണാനായിരുന്നു മെയിനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയുള്ളത്. ബാക്കി സ്ഥലങ്ങൾ കണ്ടുള്ളൂ, എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലങ്ങളായിരുന്നു അല്ലേ കണ്ണാ? യെസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇത്രേ ആക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യണു. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഗസ്റ്റ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. It's me signing off at Pika. Bye.
നോക്ക് ഈ സ്ഥലം നോക്കി അതാണ് ഇത്